നവരാത്രി ആഘോഷ നിറവിൽ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ദേവി വിഗ്രഹം വഹിച്ച ക്ഷേത്രാങ്കണത്തിൽ പുഷ്പരഥോത്സവം നടന്നു. വിജയദശമി ദിനമായ നാളെ പുലർച്ചെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. മഹാനവമി ദിനത്തിൽ പുലർച്ചെ 3 മണിക്ക് ക്ഷേത്രനട തുറന്നു. മഹാചണ്ഡികായാഗം പൂർത്തിയാക്കി 12:30 രഥോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. ക്ഷേത്രത്തിലെ മുഖ്യ അർച്ചകൻ നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിൽ രഥപൂജയുൾപ്പെടെയുള്ള ചടങ്ങുകൾ പൂർത്തിയാക്കി. ഉച്ചശീവേലിക്ക് ശേഷം കൊടിമരത്തിന് സമീപം പുഷ്പങ്ങളാൽ അലങ്കരിച്ച രഥത്തിലേക്ക് ദേവീ വിഗ്രഹം എഴുന്നള്ളിച്ചു. മംഗളവാദ്യങ്ങളുടെ അകമ്പടിയോടെ ദേവീ വിഗ്രഹം വഹിച്ച പുഷ്പരഥം ക്ഷേത്ര ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം വെച്ച് കാത്തിരുന്ന വിശ്വാസികൾക്ക് ദർശനം നൽകി. നവരാത്രി ആഘോഷത്തിലെ പ്രധാന ചടങ്ങായ പുഷ്പരഥോത്സവത്തിൽ പങ്കെടുക്കാനായി ആയിരക്കണക്കിന് മലയാളികളാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത്. ഇവിടെ വന്ന് എന്ത് ദുഃഖമുണ്ടെങ്കിലും നമുക്ക് അമ്മയോട് പ്രാർത്ഥിച്ച് പോയെങ്കിൽ നമ്മുടെ എല്ലാ കാര്യവും സഫലമാക്കുന്നു. നവരാത്രി കാലത്തും വരും. നവമിയുടെ അവസാന മുഹൂർത്തത്തിലാണ് രഥോത്സവം സ്റ്റാർട്ട്. നാളെ രാവിലെ 3 മണിക്ക് വിദ്യാരംഭം സ്റ്റാർട്ടാണ്. നാളെ രാവിലെ 3 മണിക്ക് ക്ഷേത്രം തുറക്കും. വേണ്ടി എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ബാക്കിയുള്ള ഗവൺമെന്റിന്റെ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് ഏകോപിപ്പിച്ച് നടത്തുകയാണ്. മറ്റുള്ള ദേവീദേവന്മാരിൽ നിന്നും ഈ ക്ഷേത്രത്തിനെ വ്യത്യസ്തമാക്കുന്നത് എല്ലാ അമ്പലങ്ങളിലെയും പോലല്ല. ഇവിടെ ദേവി വിളിച്ചാൽ മാത്രമേ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തുള്ളൂ. അമ്മ അനുഗ്രഹിച്ച് എല്ലാ മാസവും ഇവിടെ വരാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ രഥോത്സവത്തിനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ വെൽ ഓർഗനൈസ്ഡ് ആണ്. എല്ലാ വർഷവും വരാറുണ്ട്. വ്യാഴാഴ്ച വിജയദശമി ദിനത്തിൽ പുലർച്ചെ 3 മണിക്ക് നട തുറക്കും. 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. പുരോഹിതരുടെ കാർമ്മികത്വത്തിൽ സരസ്വതി മണ്ഡപത്തിന് സമീപമായി 12:30 വരെ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കും. വൈകുന്നേരം വിജയോത്സവത്തോടെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഇത്തവണത്തെ നവരാത്രി മഹോത്സവത്തിന് സമാപനമാവും. മഹാനവമി ദിവസം പുഷ്പരഥോത്സവത്തിന്റെ ഭാഗമാവാൻ ആയിരക്കണക്കിന് വിശ്വാസികളാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെത്തിയത്. കൊല്ലൂരിൽ നിന്നും ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.